മലയാളം ടി വി പ്രേക്ഷകർക്കും സർഗോത്സവത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ സർഗോത്സവത്തിൽ AL നിർമ്മൽ മാതാ കോൺവെന്റ് സ്കൂൾ EALലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളാണ്. കാൽ കല്ലിൽ തട്ടുമ്പോഴും ഇടവഴിയിൽ ഇടറി വീഴുമ്പോഴും മനക്കോട്ടകൾ തകരുമ്പോഴും യാതൊരു ഡിപ്ലോമയും ഇല്ലാതെ പറയുന്ന ഒരു നാമം അമ്മേ. അതെ, പരിശുദ്ധ അമ്മ. എത്ര അവർണ്ണനീയമായ നാമം. ആ അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് മുന്നിൽ നടന്നവർ നിരവധിയാണ്. കുന്നും മലകളും കടന്ന് സ്വന്തം കുരിശുമെടുത്ത് ആ മലമുകളിലെത്തി ആ വിശുദ്ധർ, ആ മഹാത്മാക്കൾ ഇതാ നമുക്ക് മുന്നിൽ പരിശുദ്ധ അമ്മയെ പരിചയപ്പെടുത്തുന്നു. യോവാക്കിമിനും അന്നാക്കും ജനിച്ച അമലോത്ഭവ സന്താനം മറിയം, ദൈവപുത്രന്റെ മനുഷ്യാവതാരത്തിന്റെ ദൃക്സാക്ഷി, ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടവൾ. അങ്ങനെ അവർണ്ണനീയാണ് നമ്മുടെ അമ്മ. എളിമയുടെ നിറകുടം. തൻ്റെ എല്ലാം ദൈവമാണെന്ന അവബോധത്തിൽ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് ദൈവഹിതം ഉൾക്കൊണ്ട നമ്മുടെ അമ്മ. നമ്മുടെ ജീവിതത്തിലെ കല്യാണ വിരുന്നുകളിൽ നമ്മെ മനസ്സിലാക്കിക്കൊണ്ട് വീഞ്ഞിൻ്റെ കുറവ് പരിഹരിക്കാൻ സ്വപുത്രനോട് അഭ്യർത്ഥിക്കുന്ന ഒരമ്മ. എൻ്റെ അമ്മയായ നല്ല മേരി മാതേ, നിന്റെ നാമമെന്നും വാഴ്ത്തുന്നിതാ. കൃപ നിറയും പ്രശാന്തറാണി, മഹി മുഴുവൻ നിനക്കു സ്വന്തം. മാനവരെല്ലാം നിൻ വിജയത്തിൽ ഈശനെ വാഴ്ത്തുന്നു. കാൽവരിയിൽ കണ്ണുകളുയർത്തി നോക്കുമ്പോൾ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകൻ കുരിശിൽ തൂങ്ങിക്കിടക്കുന്നു. മകൻ്റെ ദേഹത്തു വീണ ഓരോ അടിയും, കൈകളിലും കാലുകളിലും തറയ്ക്കപ്പെട്ട ആണിയും, കുരിശിൽ നിന്ന് ഉയർന്ന രോദനവും ആ അമ്മയുടെ നെഞ്ചിൽ വാൾമുന പോലെ തറച്ചു. പരിശുദ്ധ കന്യകാമറിയത്തെ കൂട്ടുപിടിച്ച് ഈശോയിലെത്തിയവരാണ് വിശുദ്ധർ. സഹനത്തിൻ്റെ മാലാഖ വിശുദ്ധ അൽഫോൻസ. ലോകസുഖ മോഹങ്ങളെല്ലാം ഉപേക്ഷിച്ച് തൻ്റെ പ്രാണനാഥൻ്റെ അടുത്തെത്തുവാൻ സഹനങ്ങൾ ഏറ്റുവാങ്ങിയ വിശുദ്ധ. അമ്മയുടെ സഹായത്തോടെ തനിക്ക് തൻ്റെ നാഥൻ്റെ പക്കലെത്താമെന്ന് മനസ്സിലാക്കിയ വിശുദ്ധ ചെറുപ്പം മുതലേ അമ്മയുടെ കൂട്ട് പിടിച്ചിരുന്നു. ആ കൂട്ട് ഭാരതത്തിലെ പ്രഥമ വിശുദ്ധ എന്ന സ്ഥാനത്തേക്ക് അൽഫോൻസയെ ഉയർത്തി. മാലാഖമാരുത്തുവാനിൽ വാഴുന്നൊരൽഫോൻസ ധന്യേ, നിസ്തുല നിർമ്മല ശോഭയിൽ മിന്നുന്ന സ്വർഗീയ മാണിക്യമുത്തേ. മാലാഖമാരുത്തു വാനിൽ വാഴുന്നൊരൽഫോൻസ ധന്യേ. വിശുദ്ധ അൽഫോൻസ മാതാവിനെ കുറിച്ച്. ഞാൻ പരിശുദ്ധ കന്യകാമറിയത്തെ എൻ്റെ സ്വന്തം അമ്മയായി ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചു. ആ പ്രതിഷ്ഠയിൽ നിന്ന് ആർജിച്ചെടുത്ത ശക്തിയാൽ സഹനങ്ങൾ എനിക്ക് സുഹൃതങ്ങളായി. ആരാധനാ സന്യാസിനി സമൂഹത്തിൻ്റെ സ്ഥാപകൻ ധന്യൻ മാർ തോമസ് കുര്യാളശ്ശേരി. ചങ്ങനാശ്ശേരിയുടെ മകനായി ബാല്യം മുതലേ മരിയഭക്തനായിരുന്ന തോമസ് ഒരുപാട് ജപമാലകൾ ചൊല്ലിയിരുന്നു. മെത്രാൻ ആയതിനു ശേഷവും 3 മുഴുവൻ കൊന്ത ചൊല്ലുന്ന പതിവ് അദ്ദേഹം തുടർന്നു. മാർ തോമസ് കുര്യാളശ്ശേരി പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച്. സ്വർഗത്തിൽ ഉയർത്തപ്പെട്ട മറിയത്തിൻ്റെ സമീപം ഇരിക്കണമെങ്കിൽ നാം ഭൂമിയിൽ അവളുടെ ആശ്ചര്യമായുള്ള താഴ്മയെയും വിനയത്തെയും അനുകരിക്കണം. പ്രാർത്ഥിക്കുന്ന അമ്മ വിശുദ്ധ എവുപ്രാസ്യ. ചലിക്കുന്ന സക്രാരി. ദിവ്യകാരുണ ഈശോയിലും കന്യാംബികയിലും ദൃഷ്ടിയുറപ്പിച്ച് 4 മതിലുകൾക്കുള്ളിൽ ജീവിച്ച് ലോകമാനസാന്തത്തിനായി പ്രേക്ഷിത വേല ചെയ്തവൾ. പാവനമാം ജീവിതത്താൽ പ്രാർത്ഥിക്കുന്നമ്മ ചൊല്ലി മരിച്ചാലും മറക്കില്ലാട്ടോ. നന്മ നിറയും ഹൃദയത്താൽ നന്ദിയോടെന്നമ്മ ചൊല്ലി മരിച്ചാലും മറക്കില്ലാട്ടോ.
മരിച്ചാലും മറക്കില്ലാട്ടോ. ഒരിക്കൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് എവുപ്രാസിയോട് ഇങ്ങനെ പറഞ്ഞു: ധൈര്യമായിരിക്കുക, നിന്റെ അമ്മ ഞാനാകുന്നു. നീ പാപികൾക്കും തിരുസഭയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുക. കർമ്മലീത്ത സന്യാസ സമൂഹത്തിന്റെ സ്ഥാപകൻ വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ യേശുവിൻ്റെ മക്കളെ ഉയർത്താനായി അഹോരാത്രം അവരുടെ വിദ്യാഭ്യാസത്തിനും സാമൂഹിക നവോത്ഥാനത്തിനും വേണ്ടി പ്രവർത്തിച്ച വിശുദ്ധൻ, മാതാവിൻ്റെ കൈപിടിച്ച് വിശുദ്ധിയുടെ പടികൾ കയറിയ വിശുദ്ധൻ. ചെറുപുഷ്പം വിശുദ്ധ കൊച്ചുത്രേസ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥ. പ്രാർത്ഥനയിലൂടെയായിരുന്നു ഈ വിശുദ്ധയുടെ മുഖ്യ പ്രേക്ഷിത പ്രവർത്തനം. മരിയ ഭക്തയാണെന്നതിനുള്ള തെളിവായിരുന്നു തൻ്റെ ജീവിതത്തിൽ ചൊല്ലിത്തീർത്ത ജപമാലകൾ അത്രയും. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ അപ്പച്ചനും അമ്മയും വിശുദ്ധരാണ്. അതെ, അവരുടെ കുടുംബം ലിറ്റിൽ നഴ്സറി ഓഫ് സെയിൻസ് എന്നറിയപ്പെടുന്നു. വിശുദ്ധ കൊച്ചുത്രേസ്യ മാതാവിനെക്കുറിച്ച്: അമ്മേ, ഞാനാണ് നിന്നേക്കാൾ ഭാഗ്യവതി. എന്തുകൊണ്ടെന്നാൽ ഇത്രയേറെ മഹത്വപൂർണയും സുഹൃതസമ്പന്നയുമായ അമ്മ എനിക്കുണ്ടല്ലോ. നിനക്കാകട്ടെ അങ്ങനെയൊരു അമ്മ ഇല്ലല്ലോ. അനുഗ്രഹപൂരിത അമ്മേ, അനുഗ്രഹപൂരിത അമ്മേ, നിൻ തിരുമുമ്പിൽ തൊഴുകൈക്കൂപ്പുന്നിതടിയൻ. അനുഗ്രഹപ്പൂമഴയാലഭിഷേകം ചെയ്യണേ അനുദിനം അമ്മയായി നീ കൂടെ കാണേണമേ. അനുഗ്രഹപൂരിത അമ്മേ, അനുഗ്രഹപൂരിത അമ്മേ. ആശ്രയമേ അമ്മേ, നീ തന്നെ ശരണം. ആവശ്യ നേരത്തിൻ ആശാസങ്കേതവും. ആശ്രയമേ അമ്മേ, നീ തന്നെ ശരണം. ആവശ്യ നേരത്തിൻ ആശാസങ്കേതവും. അടിവേ ആത്മനിറവേ നീ വരണം. തരണം നിൻ തുണ ഇന്നും എപ്പോഴുമെന്നും. അടിവേ ആത്മനിറവേ നീ വരണം. തരണം നിൻ തുണ ഇന്നും എപ്പോഴുമെന്നും. അനുഗ്രഹപൂരിത അമ്മേ. വിശുദ്ധ ഗ്രന്ഥത്തിൽ സങ്കീർത്തകൻ നമ്മോട് പറയുന്നു: നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. ദൈവത്തിൻ്റെ വചനം സത്യമാണ്. ജീവിക്കുന്ന വചനം ഏറ്റുപറയുന്ന ഏതൊരു വിദ്യാലയവും
ഉയരത്തിൽ നിന്നും ഉയരങ്ങളിലേക്ക് ഉയരാൻ ദൈവം അനുവദിക്കും. ഈ വിദ്യാലയത്തിലെ ഏറ്റവും നല്ല പ്രാക്ടീസ് അനുദിനം വചനം പഠിക്കുവാനും പങ്കുവയ്ക്കുവാനും ആവേശം കാണിക്കുന്ന അധ്യാപകരും അനധ്യാപകരും വിദ്യാർത്ഥികളുമാണ്. രാവിലെ ഗുഡ് മോർണിംഗ് പറയുന്നതിന് പകരം വചനം പറഞ്ഞുകൊണ്ട് ക്ലാസ്സുകൾ ആരംഭിക്കുന്നു. ദിവ്യകാരുണ്യ ആരാധനയും ജപമാലയും ദൈവവചനവും ഈ യെയ്യാൽ ഗ്രാമത്തിലെ നിർമ്മലമാത വിദ്യാലയത്തിൽ എപ്പോഴും അലയടിക്കുന്നുണ്ട്. യേശു കർത്താവാണെന്നും പരിശുദ്ധ അമ്മ നമ്മുടെ അമ്മയാണെന്നും ഏറ്റുപറയുവാൻ നമ്മെ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. യേശു മേരാ ബാപ്പ് ഹേ എന്ന ഗാനത്തോട് ചേർന്ന് ചുവടുകൾ വയ്ക്കാൻ ഇതാ എത്തുന്നു നിർമ്മലമാതയിലെ ഒരു കൂട്ടം മിടുക്കന്മാർ. Isaac D out of Frisco, Cali. Want to tell you Christ's love and how he came and found me. So move your body all over the place, or just sit back, relax, and hear my case. Want you to listen real close about the one I love. He's the way, the truth, the life. He came down from above. Jesus Christ is his name. He died for you and I. Loving and living his life, coming and paying the price. The good news, my friend, is that he lives again. Even better news, I'll tell you, he wants to be your best friend. My speech was slurred, my eyes were blurred, but Jesus took off my veil and my life was cured. The only way to heaven is through Jesus Christ. Thank God for his son, the ultimate sacrifice. From the top of your head all the way to your kicks, the blood that Christ shed will make your crazy life fix. No one can change your heart like his love. No one can heal your life like he does. ദാനിയേൽ പറഞ്ഞു, ദൈവമേ, അങ്ങെന്നെ ഓർമ്മിച്ചിരിക്കുന്നു. അങ്ങേ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവരെ, ദൈവത്തെ വിശ്വസിക്കുന്നവരെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ആ ദൈവത്തിൻ്റെ സ്നേഹപരിപാലന അനുഭവിച്ചറിഞ്ഞ ദാനിയേലിൻ്റെ കഥ ഇതാ നമ്മോട് പങ്കുവെക്കുന്നു. Good evening, one and all present here. Today I am going to tell a small story about the man in the lion's den. There was a king of Babylon. His name was Darius. King Darius
choose men to help him. Daniel was their leader. The other men did not like Daniel. They did not want him to be their leader. The men knew Daniel prayed to God. They went to king and told to make the new law. The king made the new law. The law said people could not pray to God. The people who prayed to God must be put in the lion's den. The lion will eat them. Daniel prayed to God 3 times a day. The weak men saw Daniel pray. They went to king and told. The king knew Daniel must be put in the lion's den. He started thinking to help Daniel, but the law could not be changed. King Darius told him God will save him. He fasted the whole night. He could not sleep. The next morning, he went to the den. He called Daniel. Daniel answered, "The God has shut the mouth of the lions." King was very happy because Daniel was safe. Thank you. Have a nice day. ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകുവാനും ആ ജീവൻ സമൃദ്ധമായി ഉണ്ടാകുന്നതിനും വേണ്ടിയാണ്. ജീവന്റെ സുവിശേഷം സഭയുടെ സുവിശേഷമാണ്. ജനതകൾക്ക് വേണ്ടിയുള്ള സഭയുടെ സ്വരം. ഇതാ ഈ കൊച്ചു കൂട്ടുകാർ അവരുടെ ശബ്ദമുയർത്തുന്നു ഒരു തെരുവ് നാടകത്തിലൂടെ. ഇപ്പോൾ ഇവിടെ ഒരു കുരുതി നടക്കും. സ്വന്തം കുഞ്ഞിനെ അവന്റെ അപ്പൻ കഴുത്തറുത്തു കൊല്ലും. ഇതാ എന്റെ മകൻ ഈസാക്കിന്റെ രക്തം നിനക്ക് ഞാൻ ബലിയായി നൽകുന്നു. ഈ പടുകളവിന് നീ തന്ന സമ്മാനം ഇതാ നിനക്ക് തന്നെ ഞാൻ തിരിച്ചു നൽകുന്നു. ഞാനോ? എന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ അറിയാം. ഞാൻ അബ്രഹാം. ജരാനരകൾ ബാധിച്ച വന്ധ്യതകൾക്ക് മുകളിൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചത്. അതെ, അബ്രഹാം തന്നെ. കഥ പറയാം, ചോര കുരുതികളുടെ കഥ പറയാം. കഥ പറയാൻ സൂത്രധാരൻ വേണമെങ്കിൽ ഞാൻ തന്നെ ആ സൂത്രധാരൻ. വാട്സാപ്പിൽ ഉറങ്ങുകയും ഫേസ്ബുക്കിൽ ഉടനെയും ചെയ്യുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ കഥ കേൾക്കാൻ സമയമില്ല. താങ്കൾക്ക് തിരക്കില്ലെങ്കിൽ വാട്സാപ്പ് ചെയ്താൽ നിങ്ങൾ ഷെയർ ചെയ്യാം. ഇത് കഥയല്ല, ചോരയുടെ മണമുള്ള ജീവൻ തുടിക്കുന്ന കഥകൾ, ജീവനെ വേട്ടയാടുന്നവരുടെ കഥകൾ. ഇത് നിങ്ങൾ കേട്ടു പഴകിയ നാടോടി കഥകളല്ല, പ്രഹേളികയാകും കടങ്കഥയുമല്ല. സ്ത്രീ അമ്മയാണ്, സഹോദരിയാണ്, പത്നിയാണ്. സ്ത്രീ അമ്മയാണ്, സഹോദരിയാണ്, പത്നിയാണ്. ഇവൾ മെറി, ജോലി വാർത്താ ചാനലിലെ ഒരു അവതാരിക. ഇത് ഇവളുടെ മാത്രം കഥയല്ല, ഇവളുടെ ഭർത്താവ് കമ്പ്യൂട്ടർ എഞ്ചിനീയർ എന്ന ജോണിന്റെ അല്ല, ഇവരുടെ രൂപസാദൃശ്യമുള്ള ഏവരുടെയും കഥയാണ്. എന്തിനാണ് ഇതെല്ലാം മറിച്ചത്? കാര്യം മനസ്സിലാക്കാതെ സംസാരിക്കരുത്. എനിക്ക് ചെറുതായി തലകറങ്ങി. അമ്മയാണ് എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയത്. ഞാൻ പ്രഗ്നന്റ്
ഡോക്ടർ പറയുമ്പോൾ അമ്മയും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലേ, see I'm not ready to become a father. ജീവിതത്തിൽ ഒരു കുഞ്ഞു വരുന്നതിന് I want to enjoy my life. ഞാൻ പറഞ്ഞിരുന്നല്ലേ എന്റെ കാര്യം. അതിനിടയിൽ മെറ്റേണിറ്റി ലീവ്. It's not possible. ഇനിയിപ്പോൾ പരസ്പരം പഴിച്ചായിട്ട് ഒരു കാര്യമില്ല. Let's one thing, abortion, 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 abortion. കണ്ണുപൊത്തി ഇരുട്ടാക്കുന്ന അന്തരെ, കാതുകൾ അടച്ച് കേൾവിയെ വിറ്റിയ ബദിരരെ, വാമൂടി ശബ്ദം വിഴുങ്ങിയ ഊമകളെ, പ്രതികരിക്കുവിൻ. ജീവനെ കുരുതി കൊടുത്ത ഈ മനുഷ്യ മൃഗങ്ങൾക്കെതിരെ നിങ്ങൾ പ്രതികരിക്കുവിൻ. വലിയ കരച്ചിലും മുറവിളിയും. റാഹേൽ സന്താനങ്ങളെ കുറിച്ച് കരയുന്നു. അവളെ സാന്ത്വനപ്പെടുത്തുക അസാധ്യം. എന്തെന്നാൽ അവൾക്ക് സന്താനങ്ങളെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇല്ല, ഇവർക്കറിയില്ല. കരയണമെങ്കിൽ ഇവർക്ക് അല്പം മനുഷ്യത്വം വേണം. അതിവർക്കില്ല. പുഞ്ചിരിക്ക് പുറകിൽ ഒളിപ്പിച്ച് വെച്ച കോമ്പല്ലുകളിൽ സ്വന്തം കുഞ്ഞിന്റെ രക്തം ഉണങ്ങി പിടിച്ചിരിക്കുന്നു. നല്ല ചോദ്യം. നിനക്ക് ഞങ്ങൾ അപരിചിതരൊന്നുമല്ല. കാലയവനികയ്ക്ക് പുറകിൽ മറിഞ്ഞിട്ട് 1000 വർഷത്തിലധികമായെങ്കിലും പേര് പറഞ്ഞാൽ നീ ഞങ്ങളെ അറിയും. ഞാൻ ഫറവോ, ഈജിപ്തിലെ ഭരണാധികാരി. ഇസ്രായേൽ വംശം വർദ്ധിക്കുന്നത് കണ്ട് അസ്വസ്ഥനായി ഇസ്രായേൽ ആൺകുട്ടികളെ പ്രസവ സമയത്ത് തന്നെ കൊന്നെടുക്കാൻ ഉത്തരവിട്ടവൻ. ഞാൻ ഹെറോദോസ്. യേശു ജനിച്ചെന്നറിഞ്ഞ് അവനെ കണ്ടുപിടിക്കാൻ കഴിയാതെ വന്നപ്പോൾ 2 വയസ്സിന് താഴെയുള്ള എല്ലാ ആൺകുട്ടികളെയും കൊന്നെടുക്കാൻ ഉത്തരവിട്ടവൻ. ഞങ്ങൾ ശിശുഹത്യ നടത്തി കൊടുമ്പാതക ചെയ്തവരോ സത്യം. പക്ഷെ ഞങ്ങൾ ഒരിക്കലും സ്വന്തം കുഞ്ഞിന്റെ ചോര ഒഴുക്കിയിട്ടില്ല. നീ അതിനും മുതിർന്നു. അതൊരു മാംസപിണ്ഡമായിരുന്നില്ല, ജീവനായിരുന്നു. മനുഷ്യജീവൻ, നിന്നിൽ നിന്നും ഉയർക്കൊണ്ട ജീവൻ, ദൈവദാനമായ ജീവൻ. ഞങ്ങൾ സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന 2 പാവം ഹെബ്രായ സൂതികർമ്മിണികൾ. ഇസ്രായേൽ ജനിക്കുന്ന ആൺകുട്ടികളെ കൊന്നൊടുക്കാൻ ഫറവോ ഭരമേൽപ്പിച്ചത് ഞങ്ങളെയായിരുന്നു. ഞങ്ങൾ ദൈവഭയമുള്ളവരായതുകൊണ്ട് ആ പാതകം ചെയ്തില്ല. അതുകൊണ്ട് ദൈവം ഞങ്ങളോട് കൃപ കാണിച്ചു. ഞങ്ങൾക്ക് സന്താന പരമ്പരകളെ നൽകി അനുഗ്രഹിച്ചു. നീ ചെയ്ത കൊടും പാതകം നിന്നെ ഓർമ്മിപ്പിക്കാൻ. സ്വന്തം കുഞ്ഞിനെ ഉദരത്തിൽ വെച്ച് കൊല്ലാൻ നിനക്കെങ്ങനെ സാധിച്ചു? ഉദരം കുരുതിക്കളമാക്കിയവൾ നീ. നിങ്ങളുടെ കൈകളിൽ സ്വന്തം കുഞ്ഞിന്റെ ചോരക്കര, ഭൂമിയിൽ നിന്നും സ്വന്തം കുഞ്ഞിന്റെ ചോര നിലവിളിക്കുന്നു. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ ഭൂമിയിൽ ജനിക്കാൻ അനുവദിച്ചത് കൊണ്ടാണ് ഇന്ന് നിങ്ങൾ ഇവിടെ ജീവിക്കുന്നത്. സ്വന്തം കുഞ്ഞിനെ ഉദരത്തിൽ വെച്ച് കൊന്നവരുടെ കഥ പറയാൻ താങ്കൾക്ക് എന്താ അവകാശം? സ്വന്തം കുഞ്ഞിനെ യാവയ്ക്ക് ബലി നൽകിയവനല്ലേ നിങ്ങൾ? ഞാൻ എന്റെ സ്വന്തം മകനെ കുരുതിക്ക് കൊടുത്തെന്ന് വിഡ്ഢികൾ. ചരിത്രത്തിൽ ദൈവം ഇടപെട്ടെന്നറിയാത്ത വിഡ്ഢികളാണ് നിങ്ങൾ. മനസ്സിലായില്ല. ഈ പറഞ്ഞത് സത്യം. നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നത് ദൈവം എന്നോട് ആവശ്യപ്പെട്ടതും അതിന് ഞാൻ ഒരുങ്ങിയതും സത്യം. എന്നാൽ ഞാൻ ഒരുക്കിയ ബലിപീഠത്തിൽ അവിടുന്ന് സ്വയം ബലിയായി തീർന്നു. അപ്പോൾ ഞങ്ങൾ കണ്ടുവന്നത് നിങ്ങൾ സ്വന്തം
ഈ പടുകളവൻ കണ്ടൊരു സ്വപ്നമായിരുന്നു അത്. താങ്കളുടെ സ്വപ്നം ഞങ്ങൾ കണ്ടതേ. അപ്പോൾ നിങ്ങളും ആ സ്വപ്നത്തിലുണ്ടായിരുന്നു. ജീവിതത്തിലെ യാഥാർത്ഥ്യം മനസ്സിലാക്കുവാൻ കൺ തുറന്ന് തിരിഞ്ഞു നോക്കൂ. ജീവൻ നൽകി രക്തം ചീന്തി മനുഷ്യന് ജീവനേകിയവൻ രക്തപാത ചെയ്ത രക്തകറകൾ നീക്കിക്കളയട്ടെ. മരണ സംസ്കാരം മാറ്റി ജീവന്റെ സംസ്കാരത്തിന്റെ ഭക്താക്കളാകാം. കഥ ഇവിടെ തീരുന്നു, ജീവിതം ഇവിടെ തുടങ്ങുന്നു. ഇനി നമുക്കിടിമിന്നലായി ചെറുക്കാം ഇരുട്ടിൻ പെരുങ്കോട്ടയെല്ലാം, ഇരുട്ടിൻ പെരുങ്കോട്ടയെല്ലാം. ഇനി നമുക്കൊന്നാശവം പങ്കുവെക്കും കറുത്ത ദൈവങ്ങളെ കൊല്ലാം, കറുത്ത ദൈവങ്ങളെ കൊല്ലാം. ഇന്നത്തെ സർഗോത്സവം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം.